ലഭിക്കില്ല. ഇപ്പോഴ് അതീവ ശക്തമായിട്ട് ശ്വാസം മുട്ടല് അനുഭവപ്പെടുന്ന മക്കൾക്ക് കർത്താവ് അതിന്ന് മോചനം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അതീവ ശക്തമായിട്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നവരുണ്ട്. കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. അലർജി മൂലം ഉണ്ടാകുന്ന ചൊറിച്ചില് കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അലർജി മൂലം ഉണ്ടാകുന്ന കയ്യിലുണ്ടാകുന്ന കുഴിനകം, കയ്യിലും കാലിലും ഒക്കെ കുഴിനകം ഉണ്ടാകുന്നത് കർത്താവ് സൗഖ്യം തന്നെ ജീവിക്കുന്നു. ശക്തമായിട്ടുണ്ടാകുന്ന നെഞ്ചിരിപ്പ് കർത്താവ് സൗഖ്യം തന്നെ അനുഭവിക്കുന്നുണ്ട്. നെഞ്ചിരിപ്പുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. കഴിഞ്ഞ പ്രാവശ്യം കർത്താവ് സന്ദേശത്തിലൂടെ ചെവിയുടെ കേൾവി സൗഖ്യം തന്ന വ്യക്തി ഈ കൂട്ടത്തിലുണ്ടത് ദൈവസന്നിധി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളവര് കരങ്ങൾ ഉയർത്തുക. കഴിഞ്ഞ ആഴ്ച സന്ദേശം കിട്ടിയായിരുന്നു ഇങ്ങനെ ഒരു ചെവി പൊത്തിപ്പിടിക്കൊണ്ട് അടുത്ത ചെവി നോക്കുക. ചെവി കേൾവി ഉണ്ടാകാനുള്ള കൃപ കർത്താവ് തരുമെന്ന് കർത്താവ് സന്ദേശം തന്നിരുന്നു. ചെവിക്ക് കേൾവി കിട്ടിയ ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. ഇപ്പോൾ ഇടതേ ചെവിക്ക് ചൊറിച്ചിലുണ്ടാകുന്നവരാരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. ഇടതേ ചെവിക്കകത്ത് ചൊറിച്ചിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, ഇടതുവശത്തെ ചെവിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. വയറിനകത്ത് കുത്തി പറിക്കുന്ന പോലുള്ള വേദന അനുഭവപ്പെടുന്ന മക്കളെ കർത്താവ് ഇന്ന് മോചിപ്പിക്കുന്നുണ്ട്. യേശുവേ നന്ദി. പെടലി മുതൽ താഴോട്ട് നട്ടെല്ലിനുണ്ടാകുന്ന വേദന കർത്താവ് എടുത്ത് മാറ്റുന്ന. ഏണിന്റെ മേൽവശത്തായിട്ട് നട്ടലിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും പീസുകൾക്ക് വേദന കർത്താവ് സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ വയറിനകത്തുണ്ടാകുന്ന നീർക്കെട്ട് കർത്താവ് സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. വയറിനകത്തുണ്ടാകുന്ന നീർക്കെട്ട്, വയറിനകത്ത് നീർക്കെട്ടുണ്ടാകുന്നവരുണ്ട്. പല്ല് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ സൗഖ്യം തന്ന 5 പേര് പല്ലിനുണ്ടാകുന്ന അസ്വസ്ഥതകള് സൗഖ്യം തന്ന 5 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നന്ദി. ഇങ്ങോട്ട് വരാനിരിക്കുമ്പോഴേ വഴക്കിട്ടിട്ട് വന്ന വ്യക്തികളെ ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. വഴക്കിട്ടതാണ് ഇന്നിവിടെ വന്നെത്തിയത്. വരാനിരിക്കുമ്പോഴേക്ക് വഴക്കും തർക്കവും ഒക്കെ ഉണ്ടായിട്ടാണ് വന്നത്. ഈ വഴക്കിട്ടിട്ട് വന്നവരാരായിരുന്നാലും ഒരാളല്ല, ഒന്നിലധികം വ്യക്തികൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ആരോടാണോ നമ്മൾ വഴക്കുണ്ടാക്കി അവരോട് രമ്യതപ്പെടാനായിട്ട് തയ്യാറാകുക. യേശുവേ നന്ദി. മറ്റൊരു സ്ഥലത്ത് വരെ പോവുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളവരുണ്ട് ഈ കൂട്ടത്തില്. വേറൊരു സ്ഥലത്താണ് പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് വരുമെന്നല്ല പറഞ്ഞത്, മറ്റൊരു സ്ഥലത്ത് പോകുന്നെന്നും പറഞ്ഞ് വന്നിട്ടുള്ളവര് കരങ്ങൾ ഉയർത്തുക. വേറൊരു സ്ഥലത്ത് പോവുകയാണ് എന്നും പറഞ്ഞ് ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നവര് കരങ്ങൾ ഉയർത്തുക. 3 പേരിങ്ങനെ
പന്ത്രണ്ട് യേശുവേ നന്ദി. നടുവേദന ശപിക്കുന്ന മക്കളെ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ഈ നശിച്ച നടുവേദന, ഈ നശിച്ച വേദന, ഇങ്ങനെ നടുവേദന ശപിച്ചുകൊണ്ട് പറയുന്നത് അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. നടുവേദന ശപിച്ച് ഇത് മാറ്റില്ലേ, മാറത്തില്ല എന്ന് പറഞ്ഞു. യേശുവേ നന്ദിയാണ്. നടുവേദന ഉള്ളവരിലാണ് കരങ്ങൾ ഉയർത്തുക. നടുവേദന ഉള്ളവര് ഒരുപാട് പേര് നടുവേദനക്കാരാണ്. നമ്മളാദ്യം നമ്മളോട് തന്നെ ക്ഷമിക്കണം. നമ്മളോട് തന്നെ ക്ഷമിക്കണം. പിന്നെ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാനായിട്ട് തയ്യാറാകണം. എനിക്ക് ആരോടും ക്ഷമിക്കാനില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് വേദനയില്ല, നടുവേദനയില്ല. ഒരു വേദന അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകത്തില്ല. അഥവാ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ആ വേദനയെ ഓർത്ത് നിങ്ങൾ നന്ദി പറയും. ദൈവമേ നന്ദി, ഈ വേദന തന്നതിനെ ഓർത്ത് നന്ദി എന്ന് പറയാനായിട്ട് തയ്യാറാകും. യേശുവേ നന്ദിയാണ്. പാമ്പിനോടുണ്ടായിരിക്കുന്ന അഗാധമായ ഭയം, ആ ഭയം നിമിത്തം രാത്രി ഉറങ്ങാനായി കിടക്കുമ്പോഴും കട്ടിലിന്റെ കീഴിലും കിടക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം നോക്കും. ഇവിടെ കാണാൻ കേൾക്കണം, ഇവിടെ കാണാൻ ഇരിപ്പുണ്ടോ, ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം നോക്കുകയൊക്കെ ചെയ്യും. ഒരു വണ്ടി കിടന്നാലും അത് പാമ്പാണെന്ന് തോന്നരുത്. ഈ അടുത്ത ദിവസവും പോയി മുമ്പോട്ട് നടന്നു പോയിട്ട് പിന്നെ തിരിഞ്ഞു വന്ന് നോക്കിയ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. കിടന്നിരുന്ന വള്ളി പാമ്പാണ് എന്ന് കരുതി, പക്ഷെ ആ നടന്നു പോയ ആള് തിരിച്ചു വന്നിട്ട് നോക്കിയത്. ഇങ്ങനെയുള്ളവരെല്ലാവരും തന്നെ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദിയാണ്. 100% പാമ്പിനെ പേടിയ, ഒരു 10% ദൈവത്തെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഈ പാമ്പിനെ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു 10% ഈ പാമ്പിനെ ദൈവത്തെ പേടിച്ചിരുന്നെങ്കിൽ ആ ഒരിക്കലും അങ്ങനെ മിണ്ടരുത്. നേരത്തെ മുന്നറിയിപ്പുള്ള സന്ദേശങ്ങൾ പറയുന്ന സമയത്ത് വേറെ സംഭാഷണത്തിന്റെ ഒന്നും ആർക്കും പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കാൽപാദത്തിന്റെ തൊലി പോകുന്ന അവസ്ഥയുള്ള മക്കളെ കർത്താവ് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. കാൽപാദത്തില് തൊലി പോകുന്ന രോഗമുള്ള മക്കൾക്ക് അതിൽ നിന്ന് വിടുതൽ വരുന്നുണ്ട്. ചുടുവാദം എന്ന കർത്താവ് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ചുടുവാദ രോഗമുള്ളവർക്ക് വിടുതൽ. യേശുവേ നന്ദി. മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ശ്വാസം വേണ്ട രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നതാണ് എന്ന് അറിയാവുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെ അനുഭവമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ മൂക്കെ പിടിക്കുക. മൂക്കിന്റെ പാലത്തിന് വളവുണ്ട് എന്നറിയാവുന്നവരല്ല അങ്ങനെ അനുഭവമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ മൂക്കൽ കരങ്ങൾ തൊട്ടുകൊണ്ടിരിക്കുക. അത് ഈശോയുടെ കരമാണ് തൊടുന്നതെന്നുള്ള ബോധ്യത്തിലേക്ക് വരിക. കർത്താവ് വിടുതൽ വരികയാണ്. യേശുവേ നന്ദി. പൈൽസിന്റെ രോഗമുള്ള ഏതോ ഒരു വ്യക്തിയെ കർത്താവ് രക്ഷപ്പെടുത്തുന്നുണ്ട്. പൈൽസിന്റെ രോഗമുള്ള ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. പൈൽസിന്റെ രോഗമുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. തലയിൽ മൊത്തം താരണത്തിന്റെ രോഗം, ചാർദനം കൊണ്ട് കറഞ്ഞിരിക്കുന്ന തല, പൊടിയാണ്, ഇങ്ങനെ മുടി ചെയ്യുമ്പോഴെല്ലാം പൊടിയാണ് വരുന്നത്. അങ്ങനെ അനുഭവമുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. തല മൊത്തം ചാർദനമാണ്.
അത് കർത്താവ് സൗഖ്യം തരികയാണ്. ആമവാദത്തിന്റെ തുടക്കമുള്ള ഏതോ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഇപ്പോഴും ആമവാദത്തിന്റെ തുടക്കം കൈയുടെയും കാലിന്റെയൊക്കെ ജോയിന്റുകൾക്ക് വേദന, നീർക്കെട്ടുണ്ടാകും. കൈയും കാലിന്റെയൊക്കെ ജോയിന്റുകൾ, കൈയുടെ ഇങ്ങനെ മടക്കാനൊക്കത്തില്ല, നൂർത്താൻ പറ്റത്തില്ല, വേദന അനുഭവപ്പെടും. ആമവാദത്തിന്റെ തുടക്കം. യേശുവേ നന്ദിയാണ്. ഇവിടെ പ്രാർത്ഥന നടത്തുന്ന കാര്യങ്ങള് ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനായിട്ട് തയ്യാറാവുന്നവര് 3 എണ്ണത്തിന് ഇരിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവരെ അതിന് അപേക്ഷ കൊടുക്കാവുള്ളൂ. നിങ്ങൾ ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് ഒരെണ്ണത്തിനൊക്കെ ഇരുന്ന് കഴിയുമ്പോഴ് ഏത് രീതിയിലുള്ള പാപമാണോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് അതേ അവസ്ഥയിൽ അത് തിരിച്ച് പ്രതികരിക്കും. ഏത് രീതിയിലുള്ള പാപമാണോ നമ്മളിൽ സംഭവിച്ചിരിക്കുന്നത് അതേ രീതിയിൽ അത് തിരിച്ച് പ്രതികരിക്കും. ഇപ്പോഴ് കൂടുതലും കേൾക്കുന്ന ഇങ്ങനെയാണ്, ഒരു പ്രാവശ്യം ഉച്ചാരണ പ്രാർത്ഥന ഇരുന്നപ്പോൾ തന്നെ യൂറിനിലൂടെ ബ്ലഡ് പോകാൻ തുടങ്ങി, ശരീരമെല്ലാം തളരുന്ന്, എണ്ണീക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള പാപമാണോ നമ്മളിലുള്ളത് അത് വിട്ടുപോകുന്ന മേഖലയാണ് ഇങ്ങനെയൊക്കെയുള്ള അടയാളം വരുന്നത്. ഒരു പ്രാവശ്യം അല്ലെ 2 പ്രാവശ്യം ഇരുന്നിട്ട് അത് പൂർത്തിയാക്കാതെ പോയാൽ പിന്നെ അത് ഇരിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങള് ഇവിടെ വരുന്ന നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, വിടുതലിന് വേണ്ടിയിട്ടാണ് വരുന്നത്. എനിക്കവിടെ വരാതില്ല, മാസത്തിലൊരു കൂടുമ്പോഴ് ഒരു നിർബന്ധം ഇവിടെ ഇല്ല. എന്തെങ്കിലും നിർബന്ധമെല്ലാം ഉണ്ടോ ഇവിടെ? ഒരു കാരണവശാലും ഒരു നിർബന്ധവും ഇല്ല. ഈ പ്രാർത്ഥന വന്നിട്ടുള്ള ആൾക്കാർ കൂടെ പ്രാർത്ഥനയില്ല, തീർന്നു പോയി കാണും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ടുള്ളവരൊന്ന് കരങ്ങളുയർത്തിക്ക് വന്നിട്ടുള്ള വ്യക്തികള് ഈ പ്രാർത്ഥന ഇപ്പൊ കാണത്തില്ല, തീർന്നു പോയി കാണും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള വ്യക്തികളെന്ന് കരങ്ങളുയർത്തുക. ആ പുറകിൽ ഒരാളൊന്നുമല്ല, ഒന്നിലധികം വ്യക്തികൾ ഈ കൂട്ടത്തിലുള്ള പ്രാർത്ഥനയൊക്കെ തീർന്നു കാണും എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരെ അതുകൊണ്ട് രോഗസൗഖ്യം കിട്ടുന്ന ആൾക്കാര് അത് മേടിച്ചോണ്ട് പോയിട്ട് പിന്നെ ചെന്നിട്ട് പറയരുത് എനിക്ക് വരാൻ സമയമില്ല, ഞാൻ മാസത്തിൽ ഒരിക്കൽ വന്നേക്കാം, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ വന്നേക്കാം, ഒരു നിബന്ധന ഇവിടെ പാടില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയരുത്. അത് നിങ്ങൾക്ക് തന്നെ നാശത്തിന് കാരണമാവുക. കാരണം 10 പേര് സുഖപ്രാപിച്ചപ്പോഴ് ഒരാൾ വന്ന് നന്ദി പറയുമ്പോൾ കർത്താവ് ചോദിച്ചില്ലേ, ബാക്കി 9 പേര് പോയി. നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് വിട്ടുപോകുന്ന രോഗമൊക്കെ നിമിഷനേരോട് വീണ്ടും തിരിച്ചു വരും. ഇതിന്റെ ജോലി, കാശുണ്ടാക്കൽ, ഇതിന്റെയൊക്കെ പുറകില് നമ്മളത് ഇറങ്ങുമെന്ന് ഒരു നിമിഷം നമ്മളത് ചിന്തിച്ചാലോ, ഈ വേദന ഉണ്ടായ സമയത്ത് നമ്മളെവിടെയെങ്കിലും പോയോ? നീണ്ടു തോർന്ന് കിടക്കില്ലായിരുന്നു, ബെൽറ്റ് ഊരിയിട്ടുണ്ട്. ആ വേദന ഉണ്ടായ സമയത്തൊന്ന് ചലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്നാ ആ വേദനയ്ക്ക് വിടുതലെന്ന ദൈവത്തെ മറക്കുന്ന എങ്ങനെ? പിന്നെങ്ങനെയാ മറക്കുന്നത്? ഈ വേദന വിടുതലെന്ന ദൈവത്തെ പിന്നെ എങ്ങനെ മറക്കാൻ പറ്റും? മറന്നു കഴിഞ്ഞാൽ നീ നശിച്ചിരിക്കണമെന്ന് ഓർത്തുകൊള്ളുക. മറന്നു കഴിഞ്ഞാല് അതിനേക്കാൾ വലുതാ പിന്നെ വരാൻ പോകും. അതിന് പിന്നെ വിളിച്ചു പറയാം, ബ്രദറെ എനിക്കെന്നും വരാൻ പറ്റത്തില്ല, ഞാനിവിടെ വന്നില്ലെങ്കിൽ ഏതാണ്ട് ഭയങ്കര നഷ്ടം സംഭവിക്കാൻ പോവുക.
ഭർത്താവിനെ പൊക്കിക്കൊണ്ട് വന്ന വ്യക്തിയാ. ഭർത്താവിൽ നിന്ന് താല്പര്യത്തിലാണോ രോഗവും പ്രശ്നമൊന്നും ഇല്ലാതെ വന്നിരുന്ന ഒരു കുഴപ്പവും ഇതെന്നും നടക്കുന്നത് കാണാമെന്ന അനുഭവത്തിൽ അതൊക്കെ കിട്ടും. നമ്മുടെ പ്രശ്നങ്ങള് പരിഹാരമാകുന്ന നമുക്കൊരു അടയാളങ്ങൾ ദൈവം തരുന്ന അവസാനം നിങ്ങളോട് ദൈവം ഇത്രേ ചോദിക്കത്തുള്ളൂ. നിങ്ങളവിടെ നഗേശ്വരനിൽ പോയി കൂട്ടായ്മ കൂടിയതുകൊണ്ടല്ല, ഞാനാണ് നിനക്ക് സൗഖ്യം തന്നത്. വരുന്നവർ വിചാരിക്കുന്ന ബ്രദർമാര് കടപ്പിലേക്ക് നമുക്ക് പോയേക്കാം, കിട്ടിയല്ലോ. മുതൽ മുടക്ക് വല്ലതും ഉണ്ടോ? വല്ലതും ഉണ്ടോ? ഒരു മുടക്കുമില്ല. ആശുപത്രി ചെന്ന് കഴിഞ്ഞാല് ഇഞ്ചക്ഷന് പറയുന്ന കാശ് കൊടുക്കും, മരുന്നിന് കാശ്. ഒരു പ്രശ്നവും ആഹപ്പാട് 10 രൂപയുടെ 20 രൂപയുടെ വെളിച്ചെണ്ണ മേടിച്ചിട്ട് പോയി തേച്ച് കഴിഞ്ഞാൽ തളർന്ന് വെച്ച് സൗദി അറേബ്യന്ന് വിളിച്ച് പറയുന്ന ബ്രദറെ മോഹനാണ് വിളിക്കുന്നത്. 6 മാസം ഇവിടെ തളർന്ന് കിടന്നിരുന്ന ആരം മുതൽ താഴോട്ട് അവിടുത്തെ വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോവുക, അവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാണെന്നും പറഞ്ഞാൽ വിളിക്കണം സൗദിയിൽ. അപ്പൊ എങ്ങനെങ്കിലും ചാടി വന്ന് ഈ വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് പോയി തേച്ച് കഴിഞ്ഞില്ല, ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് വരുത്തി പിടിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ ആ വെളിച്ചെണ്ണ കിട്ടാൻ എന്ത് ചെയ്യണം? അവിടെ വരാൻ പറ്റത്തില്ല, അത് കിട്ടാൻ എന്ത് ചെയ്യണം? പറയുന്നത് എല്ലാ ആവശ്യവും, പക്ഷെ അവിടെ വരെ വരാനായിട്ട് വിടത്തില്ല. പിശാചരിയാണെങ്കിലും വിടത്തില്ല. തന്നെ നീ പോകണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ. അതുകൊണ്ട് അവർ വ്യക്തിനെ വിളിച്ചിട്ട് ബ്രദറെ ഈ വെള്ളം കൊടുത്ത് കടന്നിരുന്നവിടെ ക്യാൻസർ മേടിച്ചിട്ട് ഇവിടെ വന്ന് അന്ന് വെള്ളം എടുക്കാനായിട്ട് ആദ്യം വന്നതാ. ഇവിടെ കൂട്ടായ്മയായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. ആരുടെ പറഞ്ഞ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വെള്ളം ഇവിടെ ഉണ്ടെന്ന്. അതിന് കുട്ടി കൊണ്ട് വന്ന് അതിനകത്ത് വയറിനകത്ത് ക്യാൻസറായിട്ട് കിടന്നിരുന്ന ചേട്ടത്തിൽ കൊണ്ട് ഒന്ന് കൊടുത്തത് അവരെ കൊണ്ട് കുടിപ്പിച്ചു. വയറ്റിൽ വേദന അവസ്ഥയായിട്ടിരുന്ന ക്യാൻസറിന്റെ വേദനയായിട്ട് കിടന്നിരുന്ന ഒരു ചാടിയിരുന്ന് ചോറും കഞ്ഞിയും കഴിക്കാൻ തുടങ്ങി. പിറ്റേ ആഴ്ച ഇവിടെ വന്ന് എന്നോട് ചോദിക്കുന്ന ബ്രദറെ, ഞങ്ങൾ വെള്ളം കൊണ്ട് എന്റെ ക്യാൻസറുകാരി കൊടുത്തു, ഇപ്പൊ എന്റെ വയറ്റിലാണ് മുഴ, ഞാനെന്തുവാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ് കിട്ടിയത് കൂട്ടത്തിട്ടു, അനുസരിക്കാനോ വീഴ്ചയില്ല, കൂട്ടത്തിയിരിക്കട്ടെ. അതുകൊണ്ടാണ് ഇവിടെ ഈ ശക്തമായ വിലക്ക് കരുതാൻ പറയുന്നത്. ഈ വെള്ളവും എണ്ണയും ആദ്യം നിങ്ങൾ കൊടുക്കാൻ പാടില്ല. കൊടുക്കുന്നെങ്കിൽ വെള്ളം മേടിച്ച് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കൂടെ നിങ്ങളോട് ആരും അപേക്ഷകത്തൊന്നും കൊണ്ടൊന്നും കേട്ടിരുന്നത്. ഈ അപേക്ഷകത്തിനകത്ത് എന്ത് എഴുതി തരുന്ന കൊണ്ടുവരുന്നവരെ അനുഭവിക്കുക. നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാല് അത് അനുഭവിച്ചേ പോകത്തും. അമ്മായിയമ്മയായാലും അരിമക്കളായിരുന്നാലും അയൽക്കാരായിരുന്നാലും ആരായിരുന്നാലും ആരുടെ അപേക്ഷകത്ത് നിങ്ങൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ പ്രശ്നം പറയുന്നൊരു അമ്മ ഉണ്ടായിരുന്ന ഒരുപാട് അനുഭവിച്ചതാണ്. അന്നങ്ങ് മേടിക്കുമായിരുന്നു അപേക്ഷകത്ത്. അപ്പം ഇവിടെ വന്നിട്ട് നീണ്ടതോടുന്ന കിടപ്പ എന്ന അപേക്ഷകത്ത് കൊണ്ടൊരു നിർത്തി അമ്മയോടെ അവർക്ക് പോവാൻ. അതുകൊണ്ട് ഓരോരുത്തരും കൊണ്ടുവന്ന്
വന്നാൽ മതി, വെള്ളിയാഴ്ച കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി. കള്ളം പറയുന്നതിന് ഒരു പഞ്ഞവും ഇല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന 3-4 ആഴ്ച കൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞാൽ മതി. ഇന്ന് വ്യക്തി ഞാൻ നമ്മുടെ കഴിഞ്ഞ ആഴ്ച എന്തുവരെ നടന്നിരുന്നത്, കഴിഞ്ഞ ആഴ്ച മറ്റൊരു വരുന്ന അത് മറന്നുപോയി. തുടങ്ങിയതൊന്ന് മറന്നുപോയി. കഴിഞ്ഞ ആഴ്ച എന്ത് പ്രത്യേകതകളുണ്ടായിരുന്നത് അതും അറിയത്തില്ല. ഞാൻ ചോദിച്ചതിന് ആരാ പറഞ്ഞു വിട്ടങ്ങോട്ട്? കാരണം ആ ആഴ്ചയോടെ വെള്ളം കൊടുത്തായിരുന്നു. വെള്ളം കൊടുത്തതിന് പിറ്റേ ആഴ്ച ഈ ചേട്ടത്തിൽ വന്നത്. അന്നേരമാ പറയുന്നത് എന്റെ കൂട്ടുകാരി പറഞ്ഞായിരുന്നു അവിടെ ചെല്ലുമ്പോഴേ ബ്രദർ ചോദിക്കും. അന്നേരം ഇങ്ങനെ പറഞ്ഞാൽ മതി, 3-4 ആഴ്ച കൊണ്ട് ഞാൻ വരുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ഈ വെള്ളിയാഴ്ച കൂടെ കൗൺസിലിംഗായിട്ട് വന്നത്. എന്താ പറഞ്ഞ എന്റെ കൂട്ടുകാരി ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടത് കൊണ്ടാണ് ഞാൻ വന്നത്. എന്തുവാന്ന് വല്ല അറിയാവോ ഈ കൗൺസിലിംഗ്? അതറിയത്തില്ല. ഇവിടെ വന്നിരുന്നാല് എന്റെ കാര്യമൊക്കെ പറയും. ഒരുപാട് ശുദ്ധരുവാകുന്നത് ചന്ദ്രവാനും ശുദ്ധരും ചെയ്തിരിക്കും. അതുകൊണ്ട് ഒന്നുമില്ല. ഇപ്പൊ ജോലിയില്ല, വേലയില്ല, വീടും പോയി, മൊത്തം പോയി. പറഞ്ഞാ വന്നിരിക്കും. നമ്മളോ കപടതയിലാണ്. അത് മറ്റുള്ളവർക്കും ആ കാപട്യവും കപടതയും പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രേരിപ്പിക്കണം. അങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ ആ വരുന്നവരിലുണ്ടായിരിക്കുന്ന എല്ലാവിധ പാപവും തെറ്റും പറഞ്ഞു വിടുന്നവരേക്ക് എടുക്കേണ്ടി വരും. അതാ സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങള് കാപട്യമൊക്കെ അവിടെ അഭിനവന്റെ ഏറ്റവും ആത്മാവിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറ്റേ അവരുടെ ആത്മാവിനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നമുക്ക് കഞ്ഞി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിത്യമോളുടെ 10ാമത്തെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ആയിട്ടാണ് നമുക്ക് കഞ്ഞി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ മകൾക്ക് ആയുസ് ആരോഗ്യമൊക്കെ ദീർഘായുസ് കൊടുക്കാൻ നമുക്ക് ഇറങ്ങി പ്രാർത്ഥിച്ചേ. നന്ദി. അതുപോലെ തന്നെ നമുക്ക് ഇന്നിവിടെ ബന്ന് നിങ്ങൾക്കുണ്ട്. അനൂപിന് കർത്താവ് വണ്ടി കൊടുത്ത് കർത്താവ് അനൂപിനെ കുടുംബത്തിൽ ഇതാണ് അനൂപ് പൂവം ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പൂവത്തെന്നാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞായിരുന്നു ബന്ന് ഇവിടെ ഒരാഴ്ചത്തെ ബന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്നാണ് അദ്ദേഹം. അപ്പൊ അവരുടെ കുടുംബത്തിൽ ആ വണ്ടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നന്ദി. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു മാതൃകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സ്പോൺസർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ പറയണം, നിങ്ങൾ ബന്ന് കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങളിവിടെ പറഞ്ഞിച്ച് വേണം കൊണ്ടുവരണം. അല്ലാതെ എല്ലാവരും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് തീരും. അതുകൊണ്ട് നിങ്ങൾ പറയണം, ഒരാഴ്ചത്തെ ബന്ന് ഞങ്ങൾ കൊടുക്കാൻ താല്പര്യമുണ്ട്, തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുവരണം. ഇതിപ്പോ അനൂപ് തന്നെ കൊണ്ടുവന്നതാ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവര് തന്നെ കൊണ്ടുവരികയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ ഒരുപാട് പേര് എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ബന്ന് ഒരുപാട് രോഗസൗഖ്യത്തിന് കാരണമായിട്ടുണ്ട്. ഇത് പിള്ളേര് കാത്തിരിക്കുന്നുണ്ട് വീട്ടില്. ഭർത്താവും മക്കളും ഒക്കെ വീട്ടിൽ കാത്തിരിക്കുമായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോഴേ ബന്ന് നോക്കിയിരിക്കുമായിരുന്നു എന്നിങ്ങനെ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടുന്ന് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടുന്ന് അത് നിർത്തിയത്. അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാൻ. ഇതിനെ കൂടെ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. ആൽബി എന്ന് പറയുന്ന മകന് 3 വയസ്സ് പ്രായമായി. തങ്കമണി ആന്റിയുടെ മോള് ബിജി പെൺകുഞ്ഞ് ജനിച്ചതിനും 3ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനാണ് മുട്ടായി.
അപ്പൊ ഷുഗർകാരുണ്ടെങ്കിൽ മേടിച്ച് കഴിക്കുക. ഷുഗറുള്ളവരുന്ന കരങ്ങൾ തീർത്ത ഷുഗർ എല്ലാം ഷുഗർ തന്നെ. യേശുവിനെ നന്ദി. ഇവിടെ നിങ്ങളിങ്ങനെ ഷുഗറുകാരിങ്ങനെ തീരുമാനം എടുക്കുക, ഞാൻ മരിക്കുന്നെങ്കിൽ ഈശോയുടെ നാമത്തിൽ മരിക്കും. ഇതിപ്പേർ 1:20 പറയുന്നുണ്ട്, ജീവിതം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, മരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി മരിക്കും. ജീവിതം ക്രിസ്തുവും മരണം. അതുകൊണ്ട് ഈ മുട്ടായി മേടിച്ച് തിന്നാനായിട്ട് മടിയൊന്നും കാണിക്കണ്ട. ഇതിലൂടെ നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നു? അതുകൊണ്ട് രോഗശാന്തി തരും. അതുപോലെ തന്നെ കൗൺസിലിംഗ് ആവശ്യമുള്ളവര് പേര് കൊടുക്കുക, ഭവന സന്ദർശനം ആവശ്യമുള്ളവര് പേര് കൊടുക്കുക. അതുപോലെ തന്നെ ധ്യാനത്തിന് വരാനായിട്ട് കഴിഞ്ഞ ആഴ്ച പേര് കൊടുത്തവരല്ല, ധ്യാനത്തിന് വരാനായിട്ട് തയ്യാറുള്ളവർ, നിങ്ങൾ അയലത്തുള്ള കുട്ടികളാണേലും കുഴപ്പമില്ല, ഡിഗ്രിക്കാരോ ആർക്ക് വേണേലും പങ്കെടുക്കാം, വരാനായിട്ട് തയ്യാറുള്ളവർ പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ആ ബോറിംഗ് പൈപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നു, അതിന് അടുത്ത ആഴ്ച നിങ്ങളോട് അതിന്റെ തുക എന്താകുമെന്ന് പറയാം. അടുത്ത ആഴ്ച അതിനെത്ര ചെലവ് വരുമെന്ന് പറയാം. അപ്പൊ അതെന്തെങ്കിലും സഹായിക്കേണ്ട തയ്യാറുള്ളവരതിന് വേണ്ടിയിട്ട് സഹായിച്ചാൽ മതിയാകും. ഇതിനകത്തെങ്ങാനും തന്നെ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ബോറിങ്ങിന്റെ അത് എടുത്തിട്ടൊന്നുമില്ലെങ്കിലും വല്ല പാത്രം കഴുകാനെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം മിക്കവാറും ചൊവ്വാഴ്ചകളിൽ ഇവിടെ വെള്ളം കാണത്തില്ല. തിങ്കളാഴ്ച രാത്രിയിലും പകലുമൊക്കെ ആയിട്ട് നിറച്ചു വെക്കുന്ന വെള്ളമാണ് മിക്കവാറും ഇവിടെ ചൊവ്വാഴ്ച ഉപയോഗിക്കുന്നത്. അതും മിക്കവാറും ഇടയ്ക്ക് തീർന്നു പോകും. അപ്പൊ ഈ ഒരു പൈപ്പ് ഇവിടെ അത്യാവശ്യമാണ്. അപ്പൊ അടുത്ത ആഴ്ച നിങ്ങളോട് അതിന്റെ കണക്ക് പറയാം, എത്ര രൂപയാകുമെന്നുള്ളത്. എന്തായാലും എല്ലാവരും ഇങ്ങോട്ട് കാര്യങ്ങൾ നീട്ടി പിടിക്കുക. നിങ്ങളുടെ പാർട്ടി ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് പേര് തന്നിട്ടുള്ളവര് കൈവ പ്രാർത്ഥനയ്ക്ക് വരരുത്.